കിട്ടി, നല്ല കിട്ടി. ആക്ച്വലി ഇവിടെ ഓൾമോസ്റ്റ് 40 എപ്പിസോഡ്സിൽ കൂടുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എപ്പോഴും എനിക്ക് എപ്പിസോഡ് മുമ്പ് ടെൻഷനാണ്. ഇവരൊക്കെ എന്നെ കളിയാക്കും, ഇതെന്തൊരു പിരിപിരിപ്പ്. ഞാൻ പറയാം എനിക്കറിയില്ല. വരുന്നവരുടെ കാര്യം ആലോചിച്ചു, എന്താ പറഞ്ഞത്? വരുന്നവരുടെ കാര്യം ആലോചിച്ചു. I feel both of you are amazing actors and he's an amazing director. ഈ സിനിമ അങ്ങനെ തോന്നി In all his movies. രണ്ടെണ്ണത്തിന്റെ പേര് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പ്രേമം പറഞ്ഞു ആ രണ്ടെണ്ണം പറ. എന്തിനാണ് ഇല്ല കുഴപ്പമില്ല, കേക്കട്ടെ. പിടിച്ചാലും വലുതാണ് ആളേല്. അതെ, മന്ദാകിനി അൽത്താഫിന്റെ കൂടെ ആരായിരുന്നു? ഫഹദ് ഇല്ലായിരുന്നു. അതന്നെ കൂടുതൽ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു റാപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വർക്കാവുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞിട്ട് ബാക്കി ആക്ടിങ്ങിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതെ അതെ, എന്തതെ? ബ്യൂട്ടിഫുൾ ആൻസർ, വെരി വെരി വെൽ. കണ്ട് പഠിക്കുക. ഒരു ഭാഗം മനസ്സിലായിട്ടില്ല. ഓ റൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? I like directing people. ആരും കൈയടിച്ചില്ല. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. ഇനി ഇതാണ് എല്ലാരും ചിരിച്ച ജോക്ക്. ഇത് എവിടെ പറയുമ്പോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലേ? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. എന്തോ പോകൃത്തരോ. What did the angry chicken tell to the irritating other chickens? എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ ഒരു കോഴി ദേഷ്യത്തിലിരിക്കുകയാണ്, ഓൾറെഡി ഇറിറ്റേറ്റ് ആയി. അപ്പൊ വേറെ കുറെ കോഴികൾ ഇവനെ വന്ന് കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കോഴി എന്തായിരിക്കും ആ കോഴികളോട് പറഞ്ഞത്? ആ ഒരു മൊമെന്റ് ഓഫ് ആങ്കറിൽ അവനൊരു സാധനം പറഞ്ഞു. അത് ഉത്തരം പറ. അത് ഇതുകൂടെ പറഞ്ഞു. തമാശക്കാരല്ലേ, എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പ്ലീസ് കം. ഞാനിവിടെ എപ്പോഴും ഉണ്ടാവില്ല. അല്ല, അതുകൊണ്ടാ വരുന്നു പറഞ്ഞത്. എപ്പോഴും ഉണ്ടായിരുന്നു ഒരിക്കലും വരില്ല. ഈ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലേ സിദ്ധാർത്ഥി ആളുകളെ കയ്യിലെടുക്കുന്നത്. ഞാൻ ചൊല്ലിട്ടാ ഞാൻ ഈ കളി നിർത്തണേന്ന്.